എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. അതിനിപ്പം ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിന് പ്രത്യേക രുചിയുണ്ട്. അപ്പം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ വറുത്തെടുക്കുമ്പം അതിനൊരു ചുവന്ന നിറം വരും, പിന്നെ നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ അത് പിന്നെ നമ്മളൊന്ന് കയ്യിലിട്ട് ഞെക്കി പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞു വരണം. ആ പരുവത്തിന് നമുക്ക് വറുത്തെടുക്കാവേ. ചെറിയ തീ വെച്ച് വേണം വറക്കാൻ, അല്ലെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോകും. പിന്നെ ഇതുപോലെയുള്ള അലുമിനിയം ചട്ടിയോ അരിയത്തിൻ്റെ ചട്ടിയൊക്കെയാണ് നല്ലേ. അല്ലാതെ സ്റ്റീലിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റീലിൻ്റെ ചട്ടി ചൂടാകുമ്പോൾ ചെമ്മീൻ കരിഞ്ഞു പോകും. ഉദ്ദേശിക്കുന്ന പോലെ മൂക്കത്തുമില്ല. അപ്പോൾ ഈ ചെറിയ തീ വെച്ച് ഇതിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നിറം മാറിയിട്ടുണ്ടേ. ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഇങ്ങനെ പൊടിക്കുമ്പം പൊടിഞ്ഞു വരണം. ഏകദേശം മൂത്ത്, പക്ഷേ എങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞില്ല കേട്ടോ. ഇതിപ്പോൾ റെഡി, നന്നായിട്ട് വറുത്ത് നന്നായിട്ട് റെഡിയായേ. എന്തെങ്കിലും ഒരു കിലുങ്ങുന്ന സൗണ്ട് കേട്ടോ. എന്താ അത്രയും നേരം ആ സൗണ്ട് ഇല്ലായിരുന്നു, കിലുങ്ങുന്ന സൗണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യാം. എന്താ നന്നായിട്ട് പൊടിഞ്ഞു. ഇനി ചട്ടിയുടെ ചൂട് കൊണ്ടിരുന്നൊന്ന് റെഡി ആയിക്കോളും. വറ്റൽമുളക് ചുട്ടെടുക്കാവേ. ഇത് അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ കനലിട്ട് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഇപ്പം അടുപ്പ് കത്തിക്കുന്നില്ലാത്തതാണ് ഞാനിതിപ്പോൾ ഗ്യാസ് വെച്ച് ചുട്ടെടുക്കുക. നല്ല എരിവുള്ള മുളകായിരുന്നു ഒരു മുളക് എടുക്കുന്നുള്ളൂ. ഇതിന് ഭയങ്കര എരിവുള്ള മുളകാണ്, കൊച്ചിന് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ എരിവനുസരിച്ച് വറ്റൽമുളക് എടുത്താൽ മതി, വറ്റൽമുളക് ചേർക്കണ്ടേ. പിന്നെ തേങ്ങ എടുക്കുമ്പം തേങ്ങ ഒരുപാട് എണ്ണയുള്ളതാണെങ്കിൽ ആ എണ്ണയൊന്ന് പിഴിഞ്ഞ് കളയണം. നമ്മൾ കയ്യിലിട്ടൊന്ന് തിരുമ്മി പയ്യെ അങ്ങോട്ട് പിഴിഞ്ഞ് കളയണം, അല്ലെങ്കിൽ അപ്പടി കുഴഞ്ഞിരിക്കും. എണ്ണമയം കുറവുള്ള തേങ്ങയാണെങ്കിൽ കുഴപ്പമില്ല. കൂടുതലുള്ള തേങ്ങയാണെങ്കിൽ കയ്യിലിട്ട് നമ്മൾ കൈ കൊണ്ട് തേങ്ങാപ്പാൽ പിഴിയല്ലേ എന്ന് പറഞ്ഞാലൊന്ന് തിരുമ്മി വെച്ച് പയ്യെ അങ്ങ് പിഴിഞ്ഞ് കളയുവാണെങ്കിൽ നല്ല പൊടിയായിട്ടിരിക്കും. ഇത് ഞാനിതുപോലെ ഒന്ന് കറക്കി ചുട്ടുകൊണ്ട് വരാം കേട്ടോ. ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി, ഇത്രയും വാളംപുളി, ഒരു വറ്റൽമുളക്, ഇത്രയും തേങ്ങ. നമുക്കിതിൻ്റെ തലയും വാലുമൊക്കെ കളയണം. പിന്നെ തല വാലൊക്കെ ഞുള്ളി കളയണം. വീട്ടിലൊക്കെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചെന്നാൽ മുറം എടുത്തേച്ച് വലിയമ്മച്ചി ചെയ്യുന്ന മുറം എടുത്തേച്ച് ഇതിലോട്ട് മുറത്തിലോട്ട് ഇട്ടേച്ച് ഇങ്ങനെ ചിരട്ട വെച്ച് ചിരട്ടയുടെ മാട് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അതങ്ങ് ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് ഞുള്ളിക്കളയുന്നു. എന്നുവെച്ച് 2-3 പ്രാവശ്യം ഇത് പെട്ടെന്ന് കഴുകിയെടുക്കണം. അതിനെന്ന് വെച്ചാൽ ഇതിനകത്ത് പഞ്ചാര മണൽ കാണും, വയറുവേദന എടുക്കും. അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് കൂടുതൽ ചെമ്മീൻ മേടിച്ച് 3-4 പ്രാവശ്യം കഴുകി വാരി ഇതിനകത്ത് മണലൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി ടിന്നിലാക്കി വെക്കുവാണെങ്കിൽ ചമ്മന്തിപ്പൊടിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം തലയൊക്കെ കിള്ളിക്കളഞ്ഞ് എടുത്തു. എന്താ ഈ തല എൻ്റെ പാവം എൻ്റെ റിഞ്ചു ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവൾക്ക് പച്ചക്കറി കറി വെക്കുമ്പോൾ കൊടുക്കുമായിരുന്നു പാവം. ഇതിപ്പോൾ ഒരു 2-3 വെള്ളത്തിൽ പെട്ടെന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇളക്കി കഴുകണം. അപ്പോൾ അതേലെ പഞ്ചാര മണലൊക്കെ അങ്ങോട്ട് വെള്ളത്തിൽ അടിഞ്ഞു പൊക്കോളും. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിനി വെള്ളമയമില്ലാത്തൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കല്ല വെച്ചിങ്ങനെ ഉരുട്ടിയെടുക്കുകയല്ലേ. അതതിൻ്റെ ഉപ്പ് എരിവും ഒക്കെ ഒരുപോലെ വരാൻ വേണ്ടിയാണ്. മിക്സിക്കകത്ത് അരച്ചാണേലും ഇങ്ങനെ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നാലും അതിൻ്റെ ഉപ്പ് എരിവൊക്കെ കറക്റ്റ് ആവുള്ളൂ. ആദ്യം ഒരുപാട് ഉപ്പ് ഇടരുത് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ നമ്മൾ അരച്ച് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഉപ്പ് ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ മതി. എന്താ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി.
ചമ്മന്തി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയ വീഡിയോയുമായി വരുന്നവരെയും ബൈ.